നമസ്കാരം. കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വാർത്തയാണിത്. UDF സർക്കാരിന്റെ പുതിയൊരു പദ്ധതി പ്രാബല്യത്തിന് വരാൻ പോകുന്നു. UDF സർക്കാർ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. പേര് കേരള ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ആണ്. ചുരുക്കത്തിൽ KGCE സ്കോളർഷിപ്പ് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കും. പദ്ധതിയുടെ ലക്ഷ്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പല കുടുംബത്തിലും പെൺകുട്ടികളെ സ്കൂളിൽ വിടാതെ പണിക്ക് വിടുന്ന സ്ഥിതിയുണ്ട്. മാസം 1000 രൂപ കിട്ടിയാൽ പഠനത്തിന് സഹായകമാകും. പുസ്തകം, യൂണിഫോം, ബസ് ചാർജ് ഇതിന് ഉപയോഗിക്കാം. ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കും. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിക്കുന്നവർക്ക് ലഭിക്കും. അംഗൻവാടിയിൽ പോകുന്ന 5 വയസ്സുള്ള കുട്ടികൾക്ക് ലഭിച്ചു തുടങ്ങും. മഞ്ഞ, പിങ്ക്, NPS, NPNS ഈ 4 കാർഡിൽ ഏതെങ്കിലും ഒന്നിൽ പേരുണ്ടായാൽ മതി. കുടുംബ വരുമാനം വർഷം 3 ലക്ഷത്തിൽ കുറവായിരിക്കണമെന്ന് മാത്രം. ഇനി എത്ര തുക ലഭിക്കുമെന്ന് നോക്കാം. മാസം 1000 രൂപ, വർഷം 12000 രൂപ ലഭിക്കും. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 13 വർഷം ലഭിക്കും. അപ്പോൾ 13 × 12000 നോക്കുമ്പോൾ 1,56,000 രൂപ ഒരു പെൺകുട്ടിക്ക് ലഭിക്കും. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാസം 2000 രൂപ വീതം, വർഷം 24,000 രൂപ ലഭിക്കും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. 2026 ഓഗസ്റ്റ് 1 മുതൽ അപ്ലൈ ചെയ്യാം. സ്കൂളിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം വാങ്ങണം. ഹെഡ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്യണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ ഇതിന്റെ കോപ്പി വെക്കണം. അമ്മയുടെ പേരിലും ബാങ്ക് അക്കൗണ്ട് മതി. മൈനർ അക്കൗണ്ട് ആണെങ്കിൽ അമ്മ ഗാർഡിയൻ ആകും. പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. അപ്ലൈ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ആകും. സെപ്റ്റംബർ 1 മുതൽ എല്ലാ മാസവും 1-ാം തീയതി 1000 രൂപ അക്കൗണ്ടിൽ വരും. സ്കൂളിൽ 75% അറ്റൻഡൻസ് നിർബന്ധമാണ്. അറ്റൻഡൻസ് കുറവാണെങ്കിൽ പണം നിർത്തും. വർഷം തോറും സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി റിന്യൂ ചെയ്യണം. ഇനി എത്ര പേർക്ക് ലഭിക്കുമെന്ന് നോക്കാം. കേരളത്തിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ 18 ലക്ഷം പേരുണ്ട്. അതിൽ 12 ലക്ഷം പേർ മഞ്ഞ, പിങ്ക്, NPNS, NPS കാർഡിലുള്ളവരാണ്. ഈ 12 ലക്ഷം പേർക്ക് മാസം 1000 രൂപ വീതം ലഭിക്കും. സർക്കാരിന് വർഷം 1440 കോടി രൂപ ചെലവ് വരും. അടുത്തതായി കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. പെൻഷൻ പ്ലസ് കാരുണ്യ കാർഡ് ഇരട്ട ആനുകൂല്യം ലഭിക്കാനായിട്ട് പോകുന്നു. വീട്ടമ്മ പെൻഷൻ 3000 രൂപ വാങ്ങുന്ന എല്ലാ സ്ത്രീകൾക്കും കാരുണ്യ കാർഡ് ലഭിക്കും. അതുകൊണ്ട് ഈ 2 ആനുകൂല്യം ഒരുമിച്ച് ലഭിക്കും. 1 മാസം 3000 രൂപ പെൻഷൻ ക്യാഷ് ആയിട്ട് ലഭിക്കും. 2 വർഷം 5 ലക്ഷം രൂപ ഫ്രീ ചികിത്സ ലഭിക്കും. UDF വന്നതോടെ ചികിത്സ 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. വീട്ടമ്മ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ക്യാൻസർ വന്നാൽ ഈ 3 സഹായം ലഭിക്കും. 1 മാസം 3000 രൂപ വീട്ടമ്മ പെൻഷൻ തുടരും. 2 UDF ക്യാൻസർ ഷീൽഡ് പ്രകാരം ലിമിറ്റില്ലാതെ ഫ്രീ ചികിത്സ. RCCയിൽ ഫുൾ ഫ്രീ ആണ്. 3 മാസം 5000 രൂപ ന്യൂട്രീഷൻ അലവൻസ് ബാങ്കിൽ വരും. ആകെ മാസം 8000 രൂപ ക്യാഷ് പ്ലസ് ഫ്രീ ചികിത്സയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷൻ ഓട്ടോമാറ്റിക് വയോജന പെൻഷനായി മാറും. തുക 3000 രൂപ തന്നെ. കൂടെ UDF സീനിയർ സിറ്റിസൺ ആരോഗ്യ പ്ലസ് കാർഡ് കൂടി ലഭിക്കും. വർഷം 10,000 രൂപ മെഡിക്കൽ അലവൻസ് കൂടി ലഭിക്കും. മാസം നഴ്സ് വീട്ടിൽ വന്ന് ഫ്രീ ചെക്കപ്പ് നടത്തും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നോക്കും. മരുന്നും ഫ്രീ ആയിട്ട് ലഭിക്കും. പുതുതായി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാം. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡിൽ പേരുണ്ടാകണം. സർക്കാർ ജോലി ഉണ്ടാകരുത്. ഇൻകം ടാക്സ് അടയ്ക്കരുത്. കുടുംബ വരുമാനം വർഷം 3 ലക്ഷത്തിൽ കുറവായിരിക്കണം. വിവാഹം കഴിഞ്ഞവർക്കും അവിവാഹിതർക്കും കിട്ടും. വിധവകൾക്കും ലഭിക്കുന്നതാണ്. UDFന്റെ പുതിയ മാറ്റങ്ങൾ പ്രകാരം 30 ലക്ഷം സ്ത്രീകൾക്കും 12 ലക്ഷം പെൺകുട്ടികൾക്കും സഹായകമാകും. മാസം 3000 രൂപയും 10 ലക്ഷം രൂപയുടെ ചികിത്സയും ലഭിക്കും. പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ ലഭിക്കും. കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി 1000 രൂപയുടെ പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. പേര് കേരള ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് എന്നാണ്. LDF സർക്കാരിന്റെ കാലത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ മാസം 1000 രൂപയായിരുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. വിധവ അല്ലാത്ത, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന, ജോലിയില്ലാത്ത സ്ത്രീകൾക്കാണ്. 2025 വരെ 18.18 ലക്ഷം പേർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിൽ 3 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, തുക 1000 രൂപ മാത്രമായിരുന്നു. ഇന്നത്തെ സാധന വിലയ്ക്ക് ഒരാഴ്ചത്തെ ചെലവിന് പോലും തികയില്ല. 2, 5 മാസ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഏപ്രിൽ മാസത്തെ പെൻഷൻ മുടങ്ങിയതാണ്. 3, നീല വെള്ള കാർഡുള്ള 8 ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. 35 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് ലഭിച്ചിരുന്നില്ല. UDFന്റെ 2026 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ 11ാം ഇനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വർധന. 1000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. 2026 മെയ് 4-ന് UDF 98 സീറ്റോടെ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ പോകുന്നു. 2026 ജൂൺ 15-ന് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ആ ബജറ്റിൽ വീട്ടമ്മ പെൻഷന് വേണ്ടി 6500 കോടി രൂപ വകയിരുത്തും. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ 1000 രൂപ 3000 രൂപ ഉയർത്തുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പെൻഷൻ വർധനയാണ്.
ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ജൂൺ 20 സാമൂഹ്യനീതി വകുപ്പ് ഗവൺമെന്റ് ഓർഡർ ഇറക്കും. ജിഒ നമ്പർ വരും. ആ ജിഒയിൽ 5 കാര്യം വ്യക്തമായി എഴുതിയിരിക്കും. ഒന്ന്, തുക 1000 നിന്ന് 3000 ആക്കി വർദ്ധിപ്പിച്ചു. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. 3, പദ്ധതിയുടെ പേര് വീട്ടമ്മ പെൻഷൻ എന്നാക്കി മാറ്റി. 4, യോഗ്യതാ പ്രായം 35 നിന്ന് 18 ആക്കി കുറച്ചു. 5, മഞ്ഞ പിങ്ക് NPS NPNS ഈ കാർഡിലും പേരുള്ളവർക്ക് ലഭിക്കുന്നതാണ്. 2026 ജൂലൈ 1 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലെത്തും. മെയ് മാസത്തെ 1000 രൂപ മെയ് 27 നൽകുന്നതായിരിക്കും. ജൂൺ മാസത്തെ പെൻഷൻ പഴയ ഡേറ്റ് പ്രകാരം വരില്ല. കാരണം ഡേറ്റ് 1-ാം തീയതിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് ജൂലൈ 1 ഒരുമിച്ച് 3000 രൂപ ലഭിക്കും. ഇപ്പോൾ നിലവിലുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്ന 18.18 ലക്ഷം സ്ത്രീകൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല. പുതിയ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതില്ല. ബാങ്കിൽ പോകേണ്ടതില്ല. റേഷൻ കാർഡ് പുതുക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായി 3000 മാറും. ജൂലൈ 1 3000 രൂപ അക്കൗണ്ടിൽ വരും. ഇതിൽ പേര് മാറ്റത്തിന്റെ പ്രധാന കാരണം സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പേരുകൊണ്ട് നിരവധി തെറ്റിദ്ധാരണ ഉണ്ടായി. വിധവകൾക്കുള്ളതാണെന്ന് പലരും കരുതി ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ അപ്ലൈ ചെയ്തിട്ടില്ല. UDF ഈ ആശയക്കുഴപ്പം മാറ്റാൻ വേണ്ടി പേര് മാറ്റുന്നു. പുതിയ പേര് വീട്ടമ്മ പെൻഷൻ എന്നാണ്. വീട്ടമ്മമാർക്കുള്ളതാണെന്ന് പേരിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ട് ചിലർക്കുണ്ട്. പേര് മാറിയത് കൊണ്ട് ആർക്കും തന്നെ ആനുകൂല്യം നഷ്ടമാകില്ല. പകരം ആനുകൂല്യം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. 1000 രൂപ 3000 രൂപയാക്കും. പഴയ പാസ്ബുക്ക്, പഴയ കാർഡ് എല്ലാം അതേപടി ഉപയോഗിക്കാം. ബാങ്കിൽ പേര് മാറ്റേണ്ടതില്ല. പെൻഷൻ വരുന്ന അക്കൗണ്ടിൽ തന്നെ 3000 രൂപ വരും. ഇവിടെ പ്രായം 35 നിന്ന് 18 ആക്കി കുറച്ചു. ഇപ്പോൾ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. UDF സർക്കാർ ഇത് 18 വയസ്സാക്കി കുറയ്ക്കുന്നു. 18 വയസ്സ് തികഞ്ഞ ദിവസം മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 42 വർഷം പെൻഷൻ ലഭിക്കുന്നതാണ്. പ്രായം 18 ആകുമ്പോൾ പുതുതായി 12 ലക്ഷം പേർക്ക് കൂടി ഇത് ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ 18.18 ലക്ഷം പേരാണുള്ളത്. പുതിയ 12 ലക്ഷം കൂടി ചേരുമ്പോൾ ആകെ 30 ലക്ഷം സ്ത്രീകൾക്ക് മാസം 3000 രൂപ വരെ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായി ഇത് മാറും. ഇനി ഡൗട്ട് ഉള്ളത് അവിവാഹിതരായവർക്ക് ലഭിക്കുമോ എന്നതാണ്. അവിവാഹിതരായ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ലഭിക്കും. വിവാഹം കഴിയണമെന്നില്ല. കോളേജിൽ പഠിക്കുന്നവർക്ക് ലഭിക്കും. ജോലി ഇല്ലെങ്കിൽ മതി. പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിലും മാസം 10,000 രൂപയിൽ കുറവാണെങ്കിലും ലഭിച്ചു തുടങ്ങും. പഠനത്തിനും വീട്ടുചിലവിനും സഹായകമാകും. 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷൻ ഓട്ടോമാറ്റിക്കായി വയോജന പെൻഷനായി മാറും. തുക 3000 തന്നെ. ഒന്നും ചെയ്യേണ്ടതില്ല. 60 വയസ്സ് തികയുന്ന മാസം മുതൽ വയോജന പെൻഷനായി മാറും. ബാങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. ഇതിൽ LDFന്റെ കാലത്ത് മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് 1000 രൂപ കൊടുത്തിരുന്നത്. നീലക്കാർഡ് NPS, വെള്ളക്കാർഡ് NPNS ഉള്ള 8 ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് വലിയൊരു വിവേചനമായിരുന്നു. പലരും കോടതിയിൽ പോയി. UDF ഈ വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. ജൂൺ 20 ഇറങ്ങുന്ന ജിഒയിൽ മഞ്ഞ, പിങ്ക്, NPS, NPNS ഈ 4 കാർഡിലും പേരുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കൊടുത്തു തുടങ്ങും. നീലക്കാർഡുകാർക്ക് ഇനി മുതൽ മാസം 3000 രൂപ ലഭിക്കും. വെള്ളക്കാർഡുകാർക്ക് വരുമാനം വർഷം 1 ലക്ഷത്തിൽ കുറവാണെങ്കിൽ മതി. കേരളത്തിൽ 22 ലക്ഷം നീലക്കാർഡ് ഉണ്ട്. അതിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ 10 ലക്ഷം പേരാണുള്ളത്. ഈ 10 ലക്ഷം പേർക്കും പുതുതായി 3000 രൂപ ലഭിച്ചു തുടങ്ങും. വെള്ളക്കാർഡിൽ 2 ലക്ഷം പേർക്ക് ലഭിക്കും. ആകെ 12 ലക്ഷം പുതിയ ഗുണഭോക്താക്കളാണ് വരാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ എല്ലാ വീട്ടമ്മമാരിലേക്കും എത്തിക്കുക. ജിയോ ഇറങ്ങിയാൽ ഉടനെ വീഡിയോ ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.